എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 15-ാം തീയതി വരെ നൽകാവുന്നതാണ്. നിങ്ങൾക്ക് ഓഗസ്റ്റ് 15 വരെ എത്ര സമയം വേണമെങ്കിലും ഈ ഒരു നൽകിയിട്ടുള്ള ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനും പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കും. പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ പിന്നീട് പുതിയ കോളേജുകൾ വരികയാണെങ്കിൽ മാത്രമാണ് പുതിയ ഓപ്ഷൻ, അതായത് നിലവിലുള്ള ഓപ്ഷൻ നൽകാൻ സാധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പുതുതായിട്ട് ഏതെങ്കിലും കോളേജുകൾ വരികയാണെങ്കിൽ മാത്രമാണ് ആ ഒരു കോളേജുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന ഏതൊരു കോളേജും ഏതൊരു കോഴ്സിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാം. ഒരു വിദ്യാർത്ഥിക്ക് എത്ര കോളേജുകൾ വേണമെങ്കിലും അതുപോലെ എത്ര കോഴ്സുകളിലേക്ക് വേണമെങ്കിലും ഓപ്ഷൻ നൽകാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ LBS വെബ്സൈറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുകയും അത് നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ ഈ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അവിടെ രജിസ്റ്റർ ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഓപ്ഷൻ നൽകാനായിട്ട് ഈ ഒരു 2022 അവസരം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ആ ഒരു രീതിയിൽ അവസരം ഉണ്ടായിരുന്നില്ല. അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് പുതിയ കോളേജ് ആഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷൻസ്, അതായത് നൽകിയ ഓപ്ഷനിൽ ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാനോ മാത്രമാണ് സൗകര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള ഏതൊരു കോളേജായാലും ഈ ഒരു ഘട്ടത്തിൽ വേക്കൻസി അല്ല, ഈ ഒരു കോളേജിൻ്റെ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് ഇവിടെ കുറച്ച് പേജ് ലോഡായിട്ട് വന്നിട്ടില്ല. അതായത് ഇവിടെ സ്പെഷ്യൽ റിസർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ആ ഒരു പേജ് ഇവിടെ കാണുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്ഷയയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടോ അപേക്ഷിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഇവിടെ ആ ഒരു ഏതാണ് സ്പെഷ്യൽ സീറ്റ്, അതായത് ആ ഒരു സ്പെഷ്യൽ റിസർവേഷനുള്ള സീറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു. ആ സ്പെഷ്യൽ റിസർവേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ ഒരു പേജിൽ അത് ലോഡായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇന്നലെ നോക്കുന്ന സമയത്ത് ഇവിടെ ഓപ്ഷൻ നൽകാനുള്ള ആ ഒരു ബോക്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് കാരണമായിരിക്കും, അതായത് പുതുതായിട്ടാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഈ ഒരു പേജ് ഡിസൈൻ ചെയ്ത പേജായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിന് എറർ കാണിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ആ ഒരു ഭാഗം ഇതിൽ കാണാമായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം മാത്രമാണ്, അതായത് ഇത്ര ഭാഗം മാത്രമാണ് കാണുന്നത്. ചില ഡീറ്റെയിൽസ് ഇതിൽ മിസ്സിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് സ്പെഷ്യൽ റിസർവേഷൻ ഒന്നും ഇല്ലാത്ത സീറ്റുകളായിരിക്കണം നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടത്. സ്പെഷ്യൽ റിസർവേഷൻ സീറ്റുകൾ ആ ഒരു റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്പെഷ്യൽ റിസർവേഷൻ ആ ഒരു ബോക്സ്, അതായത് ആ ഒരു സെഷൻ ഇവിടെ കാണിക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു പേജിൻ്റെ എന്തോ എററാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ അതുവഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഫോൺ വഴി ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതായത് ഏത് ഓപ്ഷനാണ് വേണ്ടത് ആ ഒരു ഓപ്ഷൻ്റെ നേരെ, അതായത് ഏത് ഓപ്ഷനാണെന്ന് നോക്കുക. അതിനുശേഷം ആ ഒരു ഓപ്ഷൻ നമ്പർ എത്രാമതായിട്ടാണ് വേണ്ടത് ആ ഒരു ഓപ്ഷൻ നമ്പർ നൽകുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് അടുത്ത ഓപ്ഷൻ ഏതാണ് സെലക്ട് ചെയ്യുന്നത് അതിന് സൈഡിലായിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ആലപ്പുഴ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആണെങ്കിൽ അത് നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ ആ ഒരു കോളേജ് നെക്സ്റ്റ് ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താം. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് 23,170 രൂപ മാത്രമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ഇവിടെ GCS എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. അവിടെ ഏകദേശം 1,13,000 രൂപയാണ് ഫീസ് വരിക. ഈ ഒരു സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ 23,300, ട്യൂഷൻ ഫീസ് 73,025, അതുപോലെ കോഷൻ ഡെപ്പോസിറ്റ് 10,000, ടോട്ടൽ ഏകദേശം 1,13,000 രൂപയാണ് ഫീസ് വരിക. അതുപോലെ NRI സീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 1,50,000 രൂപ, അതായത് 1.5 ലക്ഷം രൂപയാണ് ഫീസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോ കോളേജിൻ്റെ ഫീസ് എത്രയാണ്, സ്പെഷ്യൽ ഫീസ് എത്രയാണ്, ട്യൂഷൻ ഫീ എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ആ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് പഠിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് NRI കോട്ട എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. NRI കോട്ട എന്ന് പറയുന്നത് ഈ ഒരു
നിങ്ങളുടെ ആരെങ്കിലും വിദേശത്തുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഡോക്യുമെൻ്റൊക്കെ നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് ക്ലെയിം ചെയ്തിട്ടുണ്ടാകും. അതായത് ആ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള റിസർവേഷൻ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ NRI കോട്ടയിൽ അപ്ലൈ ചെയ്തതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. കാരണം NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടുന്ന സമയത്ത് NRI ഡോക്യുമെൻറ്റുകൾ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾ ഗവൺമെൻറ് കോളേജുകൾ ഓപ്ഷൻ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ മറ്റ് കോളേജുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന സമയത്ത് ഫീസ് കുറവാണ്. കാരണം 23,170 രൂപ മാത്രമാണുള്ളത്. SC ST OECയിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് വെറും 1000 രൂപ മാത്രമാണ് ഈ ഒരു ഗവൺമെൻറ് ആയാലും സെൽഫ് ഫിനാൻസിലെ മെറിറ്റ് സീറ്റാലും ഉണ്ടായിരിക്കുക. നിലവിൽ ഈ ഒരു പേജിൽ ഈ ഒരു മെറിറ്റ് സീറ്റ് ഏതാണ്, മാനേജ്മെൻറ്റ് സീറ്റ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിൻ്റെ ഫീസ് അടച്ച് പഠിക്കാൻ സാധിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് കോഴ്സുകൾ നോക്കാം. ഇവിടെ SCF എന്ന് പറഞ്ഞുകൊണ്ടാണ്, അത് സെൽഫ് ഫിനാൻസ് കോളേജാണ്. അപ്പോൾ അതിനുശേഷം ജസ്റ്റ് ഒരു ബോക്സ് കൂടി ഉണ്ടായിരുന്നു, അതായത് സ്പെഷ്യൽ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ എന്താണ് എന്നുള്ളത് നൽകുന്ന ആ ഒരു പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു പേജിൽ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ അടുത്ത കോഴ്സ് കാണാം. ഇവിടെ നിങ്ങൾക്ക് MLT കോഴ്സ് കാണാം. അപ്പോൾ MLTയിൽ ഈ ഒരു സെൽഫ് ഫിനാൻസ് ഫീസ് വരുന്നത് 80,850 രൂപയും അതുപോലെ 14,500 രൂപയാണ് സ്പെഷ്യൽ ഫീ ഇനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് അതുപോലെ കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ഈ ഒരു MLT കോഴ്സ് വരുന്നത്. അവിടെ ഈ ഒരു 20,860 രൂപയാണ് ട്യൂഷൻ ഫീ ഇനത്തിൽ ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന ഏതൊരു കോഴ്സിലേക്കും ഏതൊരു കോളേജിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ കോളേജിലും ഓരോ കോഴ്സുകൾക്കും എത്ര രൂപ വീതമാണ് ഫീസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര രൂപ ഫീസ് വരുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലെ ഫീസ് അടക്കാൻ സാധിക്കുമെങ്കിൽ ആ ഒരു കോളേജ് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു കോഴ്സിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെൻറ് കോളേജാണെങ്കിൽ 23,000 സംതിങ് രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. സെൽഫ് ഫിനാൻസിലാണെങ്കിൽ 1,13,000 രൂപയാണ് ആദ്യ വർഷം വരിക, രണ്ടാം വർഷം 1,02,000 സംതിങ് രൂപയാണ് വരിക. അതുപോലെ തന്നെ SC ST വിദ്യാർത്ഥികൾ അതുപോലെ OECയിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിലായാലും മെറിറ്റ് സീറ്റിൽ സെൽഫ് ഫിനാൻസ് കോളേജിലായാലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ 1000 രൂപ മാത്രമാണ് ഫീസ് വരിക. അതേസമയം നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ഫീസ്, അത് സാധാരണ ജനറൽ കാറ്റഗറിക്കുള്ള ഫീസ് തന്നെ നിങ്ങൾക്കും വരുന്നതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലോൺ എടുത്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു ഫീസ് അടക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന കോളേജുമായി കോൺടാക്റ്റ് ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചില കോളേജുകൾ, അത് ചിലയല്ല അധിക കോളേജുകളും ഈ ഒരു അഡ്മിഷൻ സമയത്ത് തന്നെ മുഴുവൻ ഫീസും അടക്കാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ അതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു അഡ്മിഷൻ ടൈമിൽ അതായത് ഗഡുക്കളായിട്ട് അടക്കാൻ പറ്റുമെന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ മൊത്തമായിട്ട് തന്നെ അഡ്മിഷൻ ടൈമിൽ തന്നെ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും മുൻ വർഷങ്ങളും അതേ രീതിയിൽ തന്നെ മുഴുവനായിട്ട് ഫീസ് വാങ്ങിക്കുകയാണ് ചെയ്യുക. അതായത് അഡ്മിഷൻ നേടുന്ന സമയത്ത് തന്നെ ആ ഒരു ഫുൾ ഫീസും അടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾക്ക് നൽകാം. എത്ര കോളേജുകൾ വേണമെങ്കിലും എത്ര കോഴ്സുകളിലേക്ക് വേണമെങ്കിലും ഓപ്ഷൻ വെക്കാം. നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള ഏതൊരു കോളേജും, അതായത് ഇപ്പോൾ വന്നിട്ടുള്ള ഏതൊരു കോളേജുകളും ഈ ഒരു ഘട്ടത്തിൽ തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. പിന്നീട് നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള കോളേജിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഏതെങ്കിലും ഓപ്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. ആദ്യം ഗവൺമെൻറ് കോളേജുകളിൽ ഉള്ള എല്ലാ കോഴ്സുകളിലേക്കും നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ കൊടുക്കുക. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മുൻഗണനയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സമയത്ത് മാത്രമേ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളുമായിരിക്കണം മുൻഗണനാക്രമത്തിൽ നൽകേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ 10 ഓപ്ഷൻ കൊടുത്തു, അതിൽ 5 ഓപ്ഷൻ ഗവൺമെൻറ് കോളേജാണ്, 5 ഓപ്ഷൻ 6 തൊട്ട് 10 വരെയുള്ളത് ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടുകയാണെങ്കിൽ അതിന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് അതിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻ, അതായത് നിലവിൽ ആ ഒരു സമയത്ത് അഡ്മിഷൻ കിട്ടുന്ന അലോട്ട്മെൻറ്റ് കിട്ടുന്ന കോളേജ് ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷനുകളെ മാത്രമേ പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഏതൊക്കെയാണ് അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ വയ്ക്കുക. അതുപോലെ നിലവിൽ INC അപ്രൂവൽ ലഭിക്കാത്ത കോളേജുകളുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു INC അപ്രൂവലുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഈ ഒരു അതായത് കേരള ഗവൺമെൻറ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ അതിന് അപ്രൂവൽ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു INC അപ്രൂവൽ ഇല്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഓപ്ഷൻ നൽകാൻ
നൽകാതിരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ താല്പര്യപ്രകാരമുള്ള കോളേജുകൾ കോഴ്സുകളിലേക്ക് ഓപ്ഷൻ വെക്കാം. എത്ര കോളേജ് വേണമെങ്കിലും എത്ര കോഴ്സ് വേണമെങ്കിലും ഓപ്ഷൻ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ചില സമയത്ത് ഈ ഒരു പേജ് മുഴുവനായിട്ട് കിട്ടുന്നുണ്ട്, എന്നാൽ ചില സമയത്ത് ഈ ഒരു രീതിയിൽ അതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് കിട്ടുന്നത്. ചില സമയത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജ് പോലും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അക്ഷയ വഴി അപേക്ഷിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ അല്ലെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പോ മറ്റോ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ടോ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓപ്ഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി വരെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും നിങ്ങളുടെ ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനും പുതിയത് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ വേണ്ടാത്തവ ഒഴിവാക്കുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ താല്പര്യപ്രകാരം ഓപ്ഷൻ നൽകുക. ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകൾ ഇപ്പോൾ മാത്രമേ നൽകാൻ പറ്റുള്ളൂ. പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.